ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 61ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മാർച്ചത്തെ എക്സാം കലണ്ടർ വന്നു. പക്ഷേ മാർച്ചിൽ കമ്പനി ബോർഡ് എൽജിഎസിന് എക്സാം ഇല്ല. മിക്കവാറും ഏപ്രിലോ മെയിലോ ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സമയമുണ്ട്, പഠിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ഉണ്ട്. സൗണ്ടിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള അതേതാണ്? നെല്ലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ്? നെല്ലാണ്. അതുപോലെ കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള എന്താണ്? അതും നെല്ലാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ്? നെല്ലാണ്. കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള എന്താണ്? അതും നെല്ല് തന്നെയാണ്. കേരളത്തിന്റെ ആകെ കൃഷി വിസ്തൃതിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന വിളകൾ ഏതാണ്? നാണ്യവിളകളാണ്. കേരളത്തിന്റെ ആകെ കൃഷി വിസ്തൃതിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന വിളകൾ ഏതൊക്കെയാണ്? നാണ്യവിളകളാണ്. അപ്പോൾ നാണ്യവിളകൾ ഏതൊക്കെയാണ് വരുന്നത്? കശുമാവ്, റബ്ബർ, കുരുമുളക്, തെങ്ങ്, ഏലം, തേയില, കാപ്പി എന്നിവയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ആകെ കൃഷി വിസ്തൃതിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന വിളകൾ ഏതാണ്? നാണ്യവിളകളാണ്. കേരളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി ഏതാണ്? മുണ്ടകൻ കൃഷിയാണ്. കേരളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി ഏതാണ്? മുണ്ടകൻ കൃഷിയാണ്. ആലപ്പുഴ ജില്ലയിൽ പുഞ്ച കൃഷിക്കും പാലക്കാട് ജില്ലയിൽ മുണ്ടകൻ കൃഷിക്കും വിരിപ്പ് കൃഷിക്കുമാണ് പ്രാധാന്യം. ആലപ്പുഴ ജില്ലയിൽ പുഞ്ച കൃഷിക്കും പാലക്കാട് ജില്ലയിൽ മുണ്ടകൻ കൃഷിക്കും വിരിപ്പ് കൃഷിക്കുമാണ് പ്രാധാന്യം. അടുത്തത് കേരള കർഷക ദിനം എന്താണ്? ചിങ്ങം 1-നാണ് കേരള കർഷക ദിനം. ദേശീയ കർഷക ദിനം എന്താണ്? അത് ഡിസംബർ 23-നാണ്. ഓക്കെ, ഇന്നത്തെ ഈ ദിവസമാണ് ദേശീയ കർഷക ദിനം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ദേശീയ കർഷക ദിനമാണ്. അപ്പോൾ കേരള കർഷക ദിനം ചിങ്ങം 1, ദേശീയ കർഷക ദിനം ഡിസംബർ 23. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകൾ എന്തൊക്കെയാണ്? നെല്ല്, മരച്ചീനി, പയറുവർഗ്ഗങ്ങൾ. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകൾ എന്തൊക്കെയാണ്? നെല്ല്, മരച്ചീനി, പയറുവർഗ്ഗങ്ങൾ. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? തെങ്ങും നെല്ലുമാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? തെങ്ങും നെല്ലുമാണ്. അതുപോലെ തേയില, ഏലം എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? മലനാടാണ്. തേയില, ഏലം എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയാണ്. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലാണ്. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ്. അതുപോലെ കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ മുതലമടയാണ്. കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമടയാണ്. അതുപോലെ കേരളത്തിലെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൽ
ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അതുപോലെ എന്താണ് കേരളത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്നത്? കുട്ടനാടാണ്. കേരളത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അതുപോലെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം, ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ്. കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാടാണ്. അതുപോലെ തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിതമായ വർഷം എന്നാണ്? 1908 തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിതമായത് 1908. അതുപോലെ തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയാണ്. കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയാണ്. കേരളത്തിലെ നെതർലാൻഡ്, കേരളത്തിന്റെ ഹോളണ്ട് എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിന്റെ നെതർലാൻഡ്, കേരളത്തിന്റെ ഹോളണ്ട് എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അതുപോലെ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെൺപാലവട്ടമാണ്. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെൺപാലവട്ടമാണ്. അതുപോലെ കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മഞ്ജു വാര്യറാണ്. കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മഞ്ജു വാര്യറാണ്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏത്? ഏഴോം. കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം. അതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് ഇത്? കവുങ്ങിൻ പൂത്താല. അപ്പം കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ്? ഏഴോം ആണ്. അതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം ഏതാണ്? കവുങ്ങിൻ പൂത്താലയാണ്. ഓക്കെ, PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ്? സുവർണയാണ്. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ്? സുവർണയാണ്. അതുപോലെ പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല. പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല. 2015 ഭൗമ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ഏതാണ്? ചേങ്ങോലിക്കോടനാണ്. 2015 ഭൗമ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ഏതാണ്? ചേങ്ങോലിക്കോടനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. അതുപോലെ കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ കേരളമാണ്. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന ഏതാണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. അതുപോലെ സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ വികസനത്തിന് ആവശ്യമായ ആസൂത്രണ പദ്ധതികൾ, കാർഷിക സെൻസസ് എന്നിവ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനം ഏതാണ്? അത് ഹോർട്ടികൾച്ചർ മിഷനാണ്. അപ്പോൾ സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ വികസനത്തിന് ആവശ്യമായ ആസൂത്രണ പദ്ധതികൾ, അതുപോലെ കാർഷിക സെൻസസ് എന്നിവ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടികൾച്ചർ മിഷൻ. അതുപോലെ കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന ഏതാണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള.
അടുത്ത ചോദ്യം, തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭമാണ് ഹോർട്ടികൾച്ചർ മിഷൻ. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭമാണ് ഹോർട്ടികൾച്ചർ മിഷൻ. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ്. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ്. അതുപോലെ എന്താണ്, കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മാട്ടുപ്പെട്ടിയാണ്. അതുപോലെ എന്താണ്, ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രമാണ് മാട്ടുപ്പെട്ടി. ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഡോക്ടർ തോമസ് ഐസക്കാണ്. മുൻ മന്ത്രി തോമസ് ഐസക്കാണ് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അടുത്തത് കാർഷിക പദ്ധതികളാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പരിപാടിയാണ് എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പരിപാടിയാണ് എല്ലാവരും പാടത്തേക്ക് എന്നുള്ളത്. 2018 പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി. 2018 പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി. അതുപോലെ കേരള സർക്കാർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. കേരള സർക്കാർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി. കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി. ഇത് പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. വിഷരഹിത പച്ചക്കറി ഗ്രാമം ലക്ഷ്യം വെച്ച് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയാണ് ചോറിനൊരു കൂട്ടാൻ നാടാകെ. വിഷരഹിത പച്ചക്കറി ഗ്രാമം ലക്ഷ്യം വെച്ച് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയാണ് ഇത് ചോറിനൊരു കൂട്ടാൻ നാടാകെ. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിഷവിമുക്ത പച്ചക്കറി സംസ്ഥാനമൊട്ടാകെ ലഭ്യമാക്കുവാനുമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജീവനി നമ്മുടെ കൃഷി അതുപോലെ നമ്മുടെ ആരോഗ്യം. പച്ചക്കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിഷവിമുക്ത പച്ചക്കറി സംസ്ഥാനമൊട്ടാകെ ലഭ്യമാക്കാനുമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ ഏതൊക്കെയാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ ഏതൊക്കെയാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് വിരിപ്പ് കൃഷി ഒന്ന് പരിചയപ്പെടാം. വിരിപ്പ് കൃഷിയിൽ വിളവിറക്കുന്നത് എന്നാണ്? ഏപ്രിൽ മുതൽ മെയ് വരെയാണ്. വിരിപ്പ് കൃഷിയിൽ വിളവിറക്കുന്നത് ഏപ്രിൽ മുതൽ മെയ് വരെയാണ്. വിരിപ്പ് കൃഷിയിൽ വിളവെടുക്കുന്നതോ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ്. അപ്പോൾ വിരിപ്പ് കൃഷിയിൽ വിളവിറക്കുന്നത് ഏപ്രിൽ മുതൽ മെയ് വരെ, വിരിപ്പ് കൃഷിയിൽ വിളവെടുക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. അതുപോലെ ഖാരിഫ് വിളകൾ, ശരത്കാല വിളകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃഷി രീതിയാണ് വിരിപ്പ് കൃഷി. ഖാരിഫ് വിളകൾ, ശരത്കാല വിളകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃഷി രീതിയാണ് വിരിപ്പ് കൃഷി. അടുത്തത് മുണ്ടകൻ കൃഷിയാണ്. ശീതകാല കൃഷി രീതി അറിയപ്പെടുന്ന പേരാണ് മുണ്ടകൻ കൃഷി. ശീതകാല കൃഷി രീതി അറിയപ്പെടുന്ന പേരാണിത് മുണ്ടകൻ കൃഷി. മുണ്ടകൻ കൃഷി വിളവിറക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ്. മുണ്ടകൻ കൃഷി വിളവിറക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ്. മുണ്ടകൻ കൃഷി വിളവെടുക്കുന്നത് എന്നാണ്? ഡിസംബർ മുതൽ ജനുവരിയുള്ള മാസങ്ങളിലാണ്. മുണ്ടകൻ കൃഷി വിളവെടുക്കുന്നത് ഡിസംബർ മുതൽ ജനുവരിയുള്ള മാസങ്ങളാണ്. അടുത്തത് പുഞ്ചകൃഷിയാണ്. വേനൽക്കാല കൃഷി രീതി അറിയപ്പെടുന്നതാണ് പുഞ്ചകൃഷി. വേനൽക്കാല കൃഷി രീതി അറിയപ്പെടുന്നതാണ് പുഞ്ചകൃഷി. പുഞ്ചകൃഷി വിളവിറക്കുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെയും
പുഞ്ചകൃഷി വിളവെടുക്കുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ്. അപ്പോൾ വേനൽക്കാല കൃഷി രീതി എന്നറിയപ്പെടുന്നത് പുഞ്ചകൃഷിയാണ്. പുഞ്ചകൃഷി വിളവിറക്കുന്നത് ഡിസംബർ മുതൽ ജനുവരിയുള്ള മാസങ്ങളിൽ, അതുപോലെ പുഞ്ചകൃഷി വിളവെടുക്കുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ്. അടുത്തത് കേരളത്തിലെ നെല്ലിനങ്ങളാണ്. നമുക്കിത് പരിചയപ്പെടാം. ഇത് PSC ചോദിക്കും. ഒരു കോഡൊക്കെ വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ സ്വയം ഒരു കോഡ് കണ്ടെത്തി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി, സ്വർണപ്രഭ, കൈരളി, കാർത്തിക, അരുണ, രേവതി, ഓണം, വർഷ, ചിങ്ങം, ജയ, ശബരി, പവിഴം, വൈറ്റില 3, കൊട്ടാരക്കര 1, വെള്ളപ്പൊന്നി എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ. അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി, സ്വർണപ്രഭ, കൈരളി, കാർത്തിക, അരുണ, രേവതി, ഓണം, വർഷ, ചിങ്ങം, ജയ, ശബരി, പവിഴം, വൈറ്റില 1, വൈറ്റില 3, കൊട്ടാരക്കര 1, വെള്ളപ്പൊന്നി. ഇത് കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അടുത്തത് ഔഷധ നെല്ലിനങ്ങളാണ്. ഗന്ധകശാല, ജീരകശാല, നവര, ചെന്നെല്ല്, കവുങ്ങിൻ പൂത്താല, കയാമ, വെളുമ്പല, ചൊമല, പൂക്കിലത്തരി. അപ്പോൾ ഔഷധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? ഗന്ധകശാല, ജീരകശാല, നവര, ചെന്നെല്ല്, കവുങ്ങിൻ പൂത്താല, കയാമ, വെളുമ്പല, ചൊമല, പൂക്കിലത്തരി. അടുത്തത് തെങ്ങിനെ കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ്. രണ്ടാമത്തേതാണ് റബ്ബറാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തെങ്ങാണ്. രണ്ടാമത്തത് റബ്ബറാണ്. അതുപോലെ തെങ്ങ് നടേണ്ട ശരിയായ അകലം എത്രയാണ്? 7.5 മീറ്റർ ഇൻറ്റു 7.5 മീറ്റർ. ഇതാണ് ഇതിൻ്റെ ശരിയായ അളവ്. PSC ചോദിച്ചിട്ടുണ്ട്. തെങ്ങ് നടേണ്ട ശരിയായ അകലം എത്രയാണ്? 7.5 മീറ്റർ ഇൻറ്റു 7.5 മീറ്റർ. അടുത്ത ചോദ്യം. അടുത്തിടെ തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ ഏത് തെങ്ങിനത്തിലാണ് പരീക്ഷണം നടത്തിയത്? ഏതാണ്? ചാവക്കാട് പച്ചക്കുള്ളൻ. അടുത്തിടെ തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ ഏത് തെങ്ങിനത്തിലാണ് പരീക്ഷണം നടത്തിയത്? ഏതാണ്? ചാവക്കാട് പച്ചക്കുള്ളൻ. പിന്നെന്താണ്? നാളികേര വികസന ആസ്ഥാനത്തിന്റെ ബോർഡ് എവിടെയാണ്? കൊച്ചിയാണ്. നാളികേര വികസന ആസ്ഥാനത്തിന്റെ ബോർഡാണ് കൊച്ചി. അതുപോലെ ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? മാമം ആണ്. ആറ്റിങ്ങലിലെ മാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിങ്ങിന്റെ ആസ്ഥാനം. അതുപോലെ നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരഗ്രാമം. നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരഗ്രാമമാണ്. അതുപോലെ ലോക നാളികേര ദിനം എന്നാണ്? സെപ്റ്റംബർ 2 ആണ്. ലോക നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ 2. അപ്പോൾ നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരഗ്രാമം. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 ആണ്. മലയൻ ഡ്വാർഫ്, കൊച്ചിൻ ചൈന, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ എന്നിവ ഏത് തരം വിളയാണ്? ഏതാണ്? തെങ്ങാണ്. മലയൻ ഡ്വാർഫ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. കൊച്ചിൻ ചൈന, ലക്ഷദ്വീപ് ഓർഡിനറി, അതുപോലെ ലക്ഷദ്വീപ് മൈക്രോ എന്നിവ ഏത് തരം വിളയാണ്? തെങ്ങാണ്. അടുത്തത് ചില സങ്കര ഇനം തെങ്ങുകൾ. ഇത് CRT ഉള്ള ഭാഗമാണ്. ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ ഏതൊക്കെയാണ്? T/D ആണ്. T/D ആണ് ചന്ദ്രലക്ഷ. അതായത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. അപ്പം ചന്ദ്രലക്ഷ ഏതാണ്? T/D ആണ്. ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ ചാവക്കാട് ഓറഞ്ചും. അടുത്തത് ചന്ദ്രശങ്കരയാണ്. അത് D/T ആണ്. ചന്ദ്രശങ്കര ഏതാണ്? D/T ആണ്. ചാവക്കാട് ഓറഞ്ചും അതുപോലെ വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ് ചന്ദ്രശങ്കര. അടുത്തത് ലക്ഷഗംഗയാണ്. T/D ആണ് ലക്ഷഗംഗ വരുന്നത്. ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗ ബോധം. അപ്പോൾ ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ എന്താണ്? ഗംഗ ബോധവും.
അടുത്തത് പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്ന വേദി ഏതാണ്? അമ്പലവയലാണ്. അതായത് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനാണ്. അമ്പലവയലാണ്. വർഷത്തിൽ എല്ലാ വർഷവും പൂപ്പൊലി നടക്കുന്നത് അമ്പലവയലാണ്. ഓക്കെ, അപ്പോൾ പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിച്ച വേദി ഏതാണ്? സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേദി, വർഷത്തിലൊരു തവണ സംഘടിപ്പിക്കുന്ന വേദി ഏതാണ്? റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര അരി. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏതാണ്? നവര അരിയാണ്. അതുപോലെ നവര അരി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്താണ്? നമര, നഗര, നഗരപുഞ്ച. അപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏതാണ്? നവര അരിയാണ്. നവര അരി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ നമര, നഗര, നഗരപുഞ്ച. അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന അരിയാണ് നവര അരി. അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന അരിയാണ് ഇത് നവര അരി. വയനാട്ടിൽ വിളയുന്ന സുഗന്ധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? ജീരകശാല, ഗന്ധകശാല. വയനാട്ടിൽ വിളയുന്ന സുഗന്ധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? ജീരകശാല, ഗന്ധകശാല. അതുപോലെ ചന്ദനത്തിന്റെ സുഗന്ധമുള്ള നെല്ലിനം ഏതാണ്? അത് ഗന്ധകശാലയാണ്. ചന്ദനത്തിന്റെ സുഗന്ധമുള്ള നെല്ലിനം ഏതാണ്? ഗന്ധകശാലയാണ്. സുഗന്ധ നെല്ലിനങ്ങൾ വിളയുന്ന വയനാട്ടിലെ പ്രദേശങ്ങൾ ഏതാണ്? ചേകാടിയും അതുപോലെ തിരുനെല്ലിയും. സുഗന്ധ നെല്ലിനങ്ങൾ വിളയുന്ന വയനാട്ടിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ചേകാടിയും അതുപോലെ തിരുനെല്ലിയും. അടുത്തത് മിൽമയെ കുറിച്ചാണ്. മിൽമ സ്ഥാപിതമായതെന്നാണ്? 1980 മിൽമ സ്ഥാപിതമായത്. മിൽമ സ്ഥാപിതമായത് 1980 മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മിൽമയുടെ ആപ്തവാക്യങ്ങൾ എന്തൊക്കെയാണ്? കേരളം കണി കണ്ടുണരുന്ന നന്മ. അപ്പം മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മിൽമ സ്ഥാപിതമായത് 1980 മിൽമയുടെ ആപ്തവാക്യം എന്താണ്? കേരളം കണി കണ്ടുണരുന്ന നന്മ. അതുപോലെ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിനാണ് കേരള കർഷകൻ. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിനാണ് കേരള കർഷകൻ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ ഏതാണ്? കൽപ്പധേനുവാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ ഏതാണ്? കൽപ്പധേനു. മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ ഏതാണ്? കർഷകശ്രീയാണ്. മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിൻ ഏതാണ്? കർഷകശ്രീയാണ്. അടുത്തത് ഹരിതകേരളം മിഷനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. PSC പലതവണയായിട്ട് ഈ ഒരു ഭാഗം PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം, ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം, ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനം എന്നാണ്? 2016 ഡിസംബർ 8 ഹരിത കേരളം മിഷൻ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ ഹരിത കേരളം മിഷന്റെ അധ്യക്ഷൻ ആരാണ്? പിണറായി വിജയനാണ്. ഹരിത കേരളം മിഷന്റെ അധ്യക്ഷൻ ആരാണ്? പിണറായി വിജയനാണ്. അതുപോലെ എന്താണ്? ഹരിത കേരളം മിഷന്റെ ടാഗ് ലൈൻ എന്താണ്? പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നാണ്. ഹരിത കേരളം മിഷന്റെ ടാഗ് ലൈൻ എന്താണ്? പച്ചയിലൂടെ വൃത്തിയിലേക്ക്. അതുപോലെ ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? KJ യേശുദാസ് ആണ്. ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? KJ യേശുദാസ് ആണ്. അതുപോലെ ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്ന പ്രദേശം ഏതാണ്? വാഗമണ്ണാണ്. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്ന പ്രദേശം ഏതാണ്? വാഗമണ്ണാണ്. അടുത്തത് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ, നമുക്ക് അതും കൂടെ നോക്കാം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയാണ്.
റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. അതുപോലെ ഇടുക്കി ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്തൊക്കെയാണ്? തേയില, കുരുമുളക്, വെളുത്തുള്ളി, കൊക്കോ, ഏലം, ചന്ദനം, ഗ്രാമ്പൂ, കറുവപ്പട്ട, ചക്ക, കരിമ്പ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. തേയില, കുരുമുളക്, വെളുത്തുള്ളി, കൊക്കോ, ഏലം, ചന്ദനം, ഗ്രാമ്പൂ, കറുവപ്പട്ട, ചക്ക, കരിമ്പ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. അതുപോലെ കൈതച്ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? എറണാകുളത്താണ്. കൈതച്ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? എറണാകുളത്താണ്. അതുപോലെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? അരി, നിലക്കടല, ഓറഞ്ച്, പരുത്തി, മഞ്ഞൾ, പച്ചമുളക്, പയറുവർഗ്ഗം, മാമ്പഴം, പുളി എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അരി, നിലക്കടല, ഓറഞ്ച്, പരുത്തി, മഞ്ഞൾ, പച്ചമുളക്, പയറുവർഗ്ഗം, അതുപോലെ മാമ്പഴം, പുളി എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഇതൊരു കോഡ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോടാണ്. കാപ്പിയും ഇഞ്ചിയും വയനാടാണ്. മധുരക്കിഴങ്ങ് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. കശുവണ്ടി എവിടെയാണ്? കണ്ണൂരാണ്. അതുപോലെ പുകയില, അടയ്ക്ക എവിടെയാണ്? കാസർഗോഡാണ്. ജാതിക്ക എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പം ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൊല്ലം ജില്ലയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ്. പനി പിടിച്ചത് കാരണം സൗണ്ടിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പുതിയ SCRT ഇതിനോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് പോകണം. റാങ്ക് ഫയൽ ഫോളോ ചെയ്ത് പോകണം. മാത്സ് ഡെയിലി ചെയ്യണം. കറണ്ട് അഫേഴ്സ് ഇതൊക്കെ ഡെയിലി ഫോളോ ചെയ്ത് പോകണം. ഏതായാലും മാർച്ചിൽ എക്സാം ഇല്ല. മാർച്ചിലെ കലണ്ടർ വന്നു. ഏപ്രിലോ മെയിലോ ആയിരിക്കും ഇനി എക്സാം ഉണ്ടാവുക. അപ്പോൾ ഒരു 3-4 മാസം നമുക്ക് സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.